ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചോസ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്മോൾ സൈസിലെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്, റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, സ്റ്റിക്ക് ബീഡ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2 ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ എന്താ ചെറിയ കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട്, ആൻറ്റി ഗോൾഡ് കളറിലെ കട്ട് ബീഡ്സ്. അപ്പോൾ ഇത്രയും ബീഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെക്കിൻ്റെ പാറ്റേൺ ഒന്ന് നോക്കാം, എങ്ങനെയാണ് നെക്കിൻ്റെ പാറ്റേൺ വരുന്നതെന്നുള്ളത്. ഇപ്പോൾ ഞാനിവിടെ നെക്കൊക്കെ മാർക്ക് ചെയ്തേക്കുന്ന കണ്ടില്ലേ. എന്നിട്ട് നമ്മുടെ ആ നെക്കിൻ്റെ അകത്ത് കണ്ടോ കുറച്ച് ഡയമണ്ട് ഷേപ്പിലുള്ള കോളംസ് ഒക്കെ കണ്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, നെക്കൊക്കെ മാർക്ക് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നെക്കിൻ്റെ ആ ഒരു സൈഡ് കണ്ടോ, നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആ ഒരു കോളം വേണ്ട നമുക്ക്. ഇനിയിപ്പോൾ പേപ്പറിലാണ് ചെയ്ത് വരയ്ക്കുന്നത് കൊണ്ട് നമുക്ക് സ്ഥലം കിട്ടത്തില്ല. നമ്മൾ മെറ്റീരിയലിലേക്കാണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ സെൻറ്ററിലത്തെ കോളം കണ്ടില്ലേ, നമ്മൾ ഒരു 1.5 ഇഞ്ചിലാണ് അത് രണ്ടും ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ 2 കോളം 1.5 ഇഞ്ചിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു കോർണറിൻ്റെ ആ ഒരു ഭാഗം കണ്ടില്ല, ഇപ്പം ഞാൻ സ്കെയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗം, അവിടെ നിന്നാണ് നമുക്ക് അളവ് വരേണ്ടത്. നമ്മുടെ നെക്കിൽ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് അളവ് താഴേക്ക് ഒരു 12 ഇഞ്ചോളം എടുക്കുകയാണ്. ഏകദേശം അവിടെ നിന്ന് വരുമ്പോൾ ഒരു 10 ഇഞ്ച് എടുക്കുക, ആ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് വരുമ്പോൾ ഒരു 10 ഇഞ്ച് എടുക്കുക. അതിന് ശേഷം നമ്മളതിനെ ഒരു ബോക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് ഇപ്പുറത്തേതായി ഒരു കോളം കണ്ടില്ലേ 1.5 ഇഞ്ചിൽ ചെയ്തിരിക്കുന്നത്, അത് വരച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എന്താ അവിടെ മെറ്റീരിയലിലേക്ക് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ മെറ്റീരിയലിലേക്ക് വരച്ചപ്പോൾ എവിടെ നിന്നാന്ന് നോക്കുക, ഷോൾഡറിൻ്റെ അവിടെ നല്ലല്ലോ ഞാൻ വരച്ചിരിക്കുന്നത്. ഞാൻ എന്താ നെക്കിൻ്റെ ആ ഒരു സൈഡിൽ നിന്നല്ലേ വരച്ചേക്കുന്നത്, മുകളിൽ നിന്ന് വന്നിട്ടുള്ള ലൈൻസ് ശ്രദ്ധിക്കുന്നുണ്ടോ. അപ്പോൾ ഇതൊരു 1.5 ഇഞ്ചിലാണ് നമുക്ക് ആ ഒരു കോളം വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ആ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള കോളംസ് ഒക്കെ വരച്ചിരിക്കുന്ന ആ ഒരു ബോക്സാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. അപ്പോൾ അതൊന്ന് നമ്മൾ 2 സൈഡിൽ നിന്നും ഒരേ അളവിലൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് ഒരു 10 ഇഞ്ച് എടുത്തിട്ട് ഒന്ന് ബോക്സ് പോലെ ആക്കി എടുക്കുകയാണ്. അതിന് ശേഷം ആ 1.5 ഇഞ്ചിൽ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, അത് ഒരു 12 ഇഞ്ചിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ആദ്യത്തെ കോളം, നടുക്കത്തെ കോളം 10 ഇഞ്ചിൽ നമ്മൾ ചെയ്തു, താഴേക്ക് ഉള്ള ആ ഒരു ബോക്സിൻ്റെ ആ കോളം 12 ഇഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ ഒന്ന് കണക്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്കിത് ഇതേപോലെ കിട്ടും. എന്നിട്ട് നമ്മളിത് ആ ഡയമണ്ട് ഷേപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്കെയിൽ വെച്ചിട്ട് വരച്ചിട്ട് കോളംസ് ആക്കി എടുക്കുക. അതിനകത്ത് കുറച്ച് പോയിൻറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്താണ് നമുക്ക് വർക്കുകളും ഫ്ലവേഴ്സും ഒക്കെ നമുക്ക് വരുന്നത്. അപ്പോൾ ഇനി അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പം ഞാൻ മെറ്റീരിയലിലേക്ക് വരച്ചിട്ടുണ്ടല്ലോ, നമുക്കിനി ആദ്യം തന്നെ ആ ലൈൻസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ബീഡ്സ് എടുത്തിട്ടുള്ളത് കേട്ടോ, ഒരു ആൻറ്റി ഗോൾഡ് കളറിലെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ആ ഒരു കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ബീഡ്സായിട്ട് നമ്മൾ അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനപ്പോൾ ഒരു ബീഡ് ഫിക്സ് ചെയ്തു, കുറച്ച് മുൻപിലേക്ക് നീക്കിയിട്ട് നമ്മുടെ ത്രെഡ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിപ്പോൾ ആദ്യം ചെയ്തിട്ടുള്ള ബീഡ്സിൻ്റെ അരികത്തേക്ക് കൊണ്ടുവന്നിട്ട് അടുത്ത ബീഡ് ആ ഒരു ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആക്ച്വലി ഇത് ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ, ബാക്ക് സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഓരോ ബീഡ്സിൻ്റെയും അരികത്തരികത്തായിട്ട് നമുക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതേ അളവ് ഇതുപോലെ തന്നെയാണ് നമുക്ക് ആരി നീഡിലിൽ ചെയ്യുമ്പോഴും നമുക്ക് ഇതേപോലെ തന്നെയാണ് ബീഡ്സ് കിട്ടുന്നത് നമുക്ക് കേട്ടോ. അപ്പം നോർമൽ നീഡിൽ ചെയ്താലും ആരി നീഡിൽ ചെയ്താലും ഒരേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ നീഡിലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്, 12 ആണ്, നമ്പർ 12 ആണ്. അപ്പോൾ ആ ഒരു 12 സൈസിലുള്ള നീഡിൽ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതിൻ്റെ ഈ ഒരു നീഡിലാകുമ്പോൾ എല്ലാ ബീഡ്സുകളും കയറിപ്പോവും. തീരെ ചെറിയ ഷുഗർ ബീഡ്സുകളൊക്കെ ഉണ്ടല്ലോ, പൊടി ഷുഗർ ബീഡ്സൊക്കെ, അത്രയും ബീഡ്സ് വരെ നമുക്ക് ഈ ഒരു നീഡിൽ കൂടി നമുക്ക് കയറിപ്പോവേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നീഡിൽ നമ്പർ 12 തന്നെ നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമുക്കിതാ ഇതേപോലെ ബാക്കിയുള്ള ലൈൻസൊക്കെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കണേ. പിന്നെ അതേപോലെ ത്രെഡ് എടുക്കുന്നത് നമ്മൾ നോർമൽ ത്രെഡാണ്, അതായത് മെഷീനിൽ നമ്മൾ മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്ന ത്രെഡില്ലേ, ആ ഒരു ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ത്രെഡ് ആദ്യം നമ്മൾ നീഡിലേക്ക് ഒന്ന് കോർത്തിട്ട് 2ആയിട്ട് മടക്കി അറ്റം കെട്ടിയിട്ടിട്ടാണ് നമ്മൾ ഓരോ ബീഡ്സുകളായിട്ട് വർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനായത്.
വരയ്ക്കാനാണെങ്കിലും ഒരു പ്രയാസവും ഇല്ല, എല്ലാവർക്കും വരച്ചെടുക്കാനും പറ്റും. ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഫ്ലവേഴ്സോ കാര്യങ്ങളോ ഒന്നും വരണില്ല. നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇപ്പം കണ്ടോ, ഇതേപോലെ ഞാൻ കോളംസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കോളംസും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കത് സെൻറ്ററിൽ ഞാൻ ആ പോയിൻറ്റ്സിൻ്റെ ഭാഗത്ത് ഈ ഒരു അളവിലുള്ള സൈസിലുള്ള ബീഡ്സിനെ ആദ്യം ഞാൻ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ഈ ബീഡ്സാണ് നമ്മളിവിടെ ഒരു 4 ബീഡ്സ് നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ ഡയമണ്ടിൻ്റെ കോളത്തിൽ നമ്മൾ 4 ബീഡ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇതേപോലെ ഓരോ ബീഡ്സും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കുഞ്ഞു ഫ്ലവർ പോലെ നമുക്ക് കിട്ടും. അതിനകത്ത് ഒരു ചെറിയ ഫ്ലവർ, ബീഡ്സിൻ്റെ ഒരു കുഞ്ഞു ഫ്ലവർ നിൽക്കണ പോലെ കിട്ടും. ഇതേപോലെ തന്നെ ഇപ്പുറത്തേക്കും നമുക്ക് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ രണ്ടിടത്തും ഞാൻ ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം എങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നതെന്നുള്ളത്. കണ്ടോ, ഒരു ഭാഗത്തേക്ക് മുകളിലേക്കാണ് ഞാൻ ലൈൻസ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4 സൈഡിലേക്കും ഒരേപോലെ വരച്ചെടുക്കുക. ഇതേപോലെ 4 ഭാഗത്തേക്ക് നമുക്കൊരു ഫ്ലവർ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ സ്റ്റിക്ക് ബീഡ് എടുക്കാം, അല്ലെങ്കിൽ 2 ബീഡ് എടുക്കാം. എന്നിട്ട് ഓരോ ബീഡ്സും നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊണ്ടുപോകാം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സ്റ്റിക്ക് ബീഡ് കുറച്ച് തടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 3 എണ്ണ ഇവിടെ വെക്കുന്നുള്ളൂ. ഇച്ചിരി കൂടി തിന്നായിട്ടുള്ള ബീഡ്സ് കിട്ടുവാണെങ്കിൽ ഒരു 4 ബീഡ്സെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ അതുകൊണ്ട് ഒരു 3 2 ബീഡ്സ് വെച്ച് അങ്ങനെ ഫില്ല് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വേണം നിങ്ങൾ ഫിക്സ് ചെയ്യാനായിട്ട്, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് പെറ്റൽസായിട്ട് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് 2 ബീഡ്സ് ആകുമ്പോൾ കമ്പല്ലേ ഇത്. അപ്പോൾ അതുകൊണ്ട് ഒരേ ആംഗിളിൽ തന്നെ നമ്മൾ കുത്തി കഴിഞ്ഞുണ്ടല്ലോ, നമ്മൾ ഫില്ല് ചെയ്താലുണ്ടല്ലോ ആ ഒരു ഭംഗി ഉണ്ടാവത്തില്ല. അപ്പം ഞാൻ ഈ ചെയ്യണ രീതിയിൽ തന്നെ ബീഡ്സുകൾ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് 4 സൈഡിലേക്ക് നമുക്ക് ഇതേപോലെ ഓരോ പെറ്റൽസ് പോലെ, ഫ്ലവറിൻ്റെ പെറ്റൽസ് പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഭയങ്കര ഈസിയല്ലേ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ബിഗിനേഴ്സിന് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനായിട്ടോ ഇത്. കാരണം ബിഗിനേഴ്സിന് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനായിട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ ഇതിനകം നിറയെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമ്മൾ ആദ്യം ലൈൻസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു, സെൻറ്ററിൽ ആ ഫ്ലവേഴ്സിനുള്ള ബീഡ്സ് കൊടുത്തു, അതിനുശേഷം സ്റ്റിക്ക് ബീഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ, നമുക്ക് ആ 1.5 ഇഞ്ചിൽ നമ്മളൊരു ലൈൻസ് ബോക്സ് നമ്മൾ വരച്ചു കൊടുത്തിരുന്നല്ലോ ആദ്യം 12 ഇഞ്ചിലേക്ക് ഇറക്കം നീളത്തിൽ. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ, ആ ഷുഗർ ബീഡ്സ് എടുത്തിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഓരോ ബീഡ്സായിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഏകദേശം ഇത്ര അളവിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് തിക്കിലങ്ങ് പോവണ്ട, ഇത്ര അളവിൽ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയേ. എന്നാലേ നമുക്ക് ആ ഒരു ഭാഗത്തൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. പിന്നെ അതേപോലെ ഞാൻ ഈ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ റോ കോട്ടൻ്റെ ഫാബ്രിക്കായിട്ടോ. അപ്പോൾ ഇതിൻ്റെ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന മെറ്റീരിയൽ ജോർജറ്റാണ്. അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് റോ കോട്ടൻ്റെ ഫാബ്രിക്കിലാണ്. അപ്പോൾ റോ കോട്ടൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ല പ്യുവർ കോട്ടൻ്റെ ഫാബ്രിക് തന്നെയാണ്. പക്ഷേ ഒരു ഡബിൾ ഷെയ്ഡ് കളറും കൂടെ നമുക്ക് ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയലാണിത്. അപ്പം നല്ല മെറ്റീരിയലാണ് കേട്ടോ. ലൈനിങ് അടിയിൽ കോട്ടൺ ലൈനിങ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാനാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലായിട്ടോ ഇത്. അപ്പോൾ ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ജസ്റ്റ് ടോപ്പ് മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പോർഷനും കൂടെ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. നമ്മൾ ആദ്യം അതിനകത്തെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു, ഇതേപോലെ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ആ ഒരു ബോക്സിനകത്ത് നമ്മുടെ ബീഡ്സും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനായിട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ അകത്ത് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് ഇല്ലേ, അതേപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ദുപ്പട്ടയിലും വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏത് കളറിൽ മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഏത് മെറ്റീരിയൽ ഏത് ഫാബ്രിക്കിൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈനായിട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.